അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഫിഖ്ഹ് പാഠം 255. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് തൻ്റെ ജീവിതകാലത്ത് വേർപിരിഞ്ഞിട്ടുള്ള ഒരു അവയവം, അതായത് അപകടത്തിൽപ്പെട്ടോ മറ്റോ ശരീരത്തിലെ കയ്യോ കാലോ വിരലുകളോ മറ്റോ വേർപിരിഞ്ഞുപോയി, അതല്ലെങ്കിൽ ചികിത്സയുടെ ഭാഗമായി ശരീരത്തിലെ ഏതെങ്കിലും അവയവം മുറിക്കപ്പെട്ടു. ഇങ്ങനെ വേർപിരിഞ്ഞിട്ടുള്ള ഈ അവയവത്തെ എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാലുള്ളതുപോലെ ഇതിനെ പ്രത്യേകം കഴുകി വൃത്തിയാക്കേണ്ടതുണ്ടോ? എന്നിട്ട് കഫൻ ചെയ്ത് അതിൻ്റെ മേൽ നിസ്കരിച്ച് അങ്ങനെ മറമാടേണ്ടതുണ്ടോ? എന്താണ് അതിൻ്റെ വിധി? മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണും. ഇമാമുൻ നബവി റളിയല്ലാഹു തആല അൻഹു ശർഹുൽ മുഹദ്ദബിൽ വളരെ കൃത്യമായി പറയുന്നു, ഫഅമ്മാ ഇദാ ഖുത്തിഅ ഉളുവും മിൻ ഹയ്യിൻ, ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്ന് കട്ട് ചെയ്യപ്പെട്ട അവയവം, കയദി സാരിഖിൻ വജാനിൻ, ഉദാഹരണം പറഞ്ഞത് അങ്ങനെയാണ്. കള്ളൻ്റെ കൈ പോലെ. കള്ളൻ്റെ കൈ കോടതി കള്ളനായി വിധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൈ മുറിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ ആ കൈ, ഒരു ഉദാഹരണം, വഗൈരിദാലിക്, അതല്ലാത്ത ഏത് രീതിയിലും ജീവനുള്ള മുസ്ലിമായ മനുഷ്യനിൽ നിന്ന് കട്ട് ചെയ്യപ്പെട്ട അവയവം, ഫലാ യുസല്ല അലൈഹി, ആ അവയവത്തിനെ കുളിപ്പിക്കുകയോ അതിന്മേൽ നിസ്കരിക്കുകയോ വേണ്ടതില്ല എന്നു മാത്രമല്ല, തുഹ്ഫയുടെ വിശദീകരണത്തിൽ ഇബ്നു ഖാസിം റഹിമഹുല്ലാഹ് വലാ തജൂസു സ്വലാത്തു അലൈഹി, നിസ്കാരം അനുവദനീയം തന്നെയല്ല. അപ്പോൾ ഒരാളുടെ കാലിൻ്റെ ഒരു ഭാഗം മുറിക്കപ്പെട്ടു, ഷുഗർ അസുഖം കാരണമോ മറ്റോ പഴുപ്പ് ബാധിച്ചതിൻ്റെ പേരിൽ കാലിൻ്റെ ഒരു ഭാഗം മുറിക്കപ്പെട്ടു, ആ കാൽ കൊണ്ടുവന്നാൽ അതിനെ പ്രത്യേകം കഴുകി അതിൻ്റെ മേൽ നിസ്കരിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, നിസ്കരിക്കാൻ പാടില്ല, അത് ജായിസ് അല്ല. എന്നാൽ പിന്നെ എന്താണ് വേണ്ടത്? വതുസന്നു മുവാറാത്തു കുല്ലി മൻ ഫസല മിൻ ഹയ്യിൻ, തുഹ്ഫയുടെ ഇബാറത്താണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യനിൽ നിന്ന് പിരിഞ്ഞ ഏതൊന്നിനെയും മറച്ചു വെക്കലാണ് സുന്നത്ത്, മറയ്ക്കലാണ് സുന്നത്ത്. അപ്പോൾ ഈ അവയവത്തെ മണ്ണിൻ്റെ അടിയിൽ മറച്ചേക്കുക, അഥവാ അതിനെ മറവ് ചെയ്തേക്കുക. ഇമാം മുത്തവല്ലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഖതീബ് ശിർബീനി മുഗ്നിയിൽ രേഖപ്പെടുത്തുന്നത് കാണും, വയസ്സന്നു ലഫ്ഫുൽ യദി വനഹ്വിഹാ ബിഖിർഖത്തിൻ അയ്ളൻ, അതെ, മറവ് ചെയ്യുന്നതിന് മുമ്പ് അതിനെ ഒരു ശീല കൊണ്ട് പൊതിയുന്നത് സുന്നത്താണ്. അപ്പോൾ അത്തരം അവയവങ്ങളെ നാം ചെയ്യേണ്ടത് ഒരു ശീല കൊണ്ട് പൊതിഞ്ഞ് അതിനെ മറവ് ചെയ്യുകയാണ്, അതാണ് വേണ്ടത്, അത് സുന്നത്താണ്. വലോമാ യുഖ്തഉ ലിൽ ഖിതാൻ, ചേലാകർമ്മത്തിൻ്റെ ഭാഗമായി നമ്മൾ മുറിച്ചെടുക്കുന്ന ഭാഗവും അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, മുസ്ലിമായ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് തൻ്റെ ജീവിതകാലത്ത് വേർപിരിയുന്ന അവയവങ്ങളെ നാം ഒരു ശീലയിൽ പൊതിഞ്ഞ് മറവ് ചെയ്യൽ സുന്നത്താണ്. അതിനെ കുളിപ്പിക്കുകയോ അതിൻ്റെ മേൽ നിസ്കരിക്കുകയോ ചെയ്യേണ്ടതില്ല എന്നല്ല, അങ്ങനെ നിസ്കരിക്കൽ അനുവദനീയവും അല്ല. വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആവശ്യാനുസാരം ഉപയോഗപ്പെടുത്താൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.